2016 UDFിന്റെ മന്ത്രിസഭ അവസാനിക്കുന്ന സമയത്ത് 35 കോടി രൂപ അനുവദിച്ചുകൊണ്ട് നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി അവിടെ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ആ ആളുകൾക്ക് അവിടെ സ്ഥലം അക്വിഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 1 രൂപ 9 വർഷമായി LDF അനുവദിച്ചിട്ടില്ല. ഓരോ ബഡ്ജറ്റിലും 100 കോടി, 2016 100 കോടി, 2017 200 കോടി, അവസാനം 220 കോടി ഇതാ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ അനുവദിച്ചു. അങ്ങനെ ഫ്ലെക്സ് ബോർഡുകളിൽ 1000 കോടി ക്ലബിൽ കയറിയ കേരളത്തിലെ ഏക വികസന പ്രൊജക്ട് നിലമ്പൂരിലേതാണ്. ഇതുവരെ അവർക്ക് പൂർത്തി ചെയ്യാൻ കഴിഞ്ഞില്ല. മറ്റൊന്നുകൂടി, നിലമ്പൂരിലെ MLA ആയിരുന്ന PV അൻവർ ആ പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യരെ മുഴുവനും കൂട്ടി 2 ബസ്സിൽ പിണറായി വിജയനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതമനുഭവിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അതിന് പാര വെച്ചതാണ് ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റി CPMന്റെ സെക്രട്ടറി. പാർട്ടി എതിരാണ് ബൈപ്പാസിന്. ഇപ്പോഴും നിലമ്പൂർ ബൈപ്പാസ് നിലമ്പൂരിലെ ടൂറിസം ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു ഗ്രൗണ്ട് മാത്രമായി കിടക്കുകയാണ്. 1 രൂപ ഇവർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഫ്ലെക്സിൽ 1000 രൂപ, ഒരു ടോക്കൺ 1 രൂപ എന്നല്ലാതെ. ഏത് ലോക്കൽ സെക്രട്ടറി ആ പേര് പറ. മറ്റൊന്നുകൂടി 450 കോടി രൂപ നാട് കാണുന്നതിൽ വരെ ലോക്കൽ സെക്രട്ടറി പേര് പറ. വിശദമായി ചർച്ച ചെയ്യാം. പരപ്പനങ്ങാടി വരെ 450 കോടി രൂപ UDF അനുവദിച്ചിട്ട് ഈ വഴിക്കടവ് മുതൽ ചുങ്കത്ര, നിലമ്പൂര് എല്ലാം വികസനം നടത്തേണ്ട ആ ഫണ്ട് വെട്ടിക്കുറച്ചവരാണ് ഇടതുപക്ഷം.